എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ന് നടന്ന ന്യൂസിലൻഡ് മത്സരത്തിൽ നിന്നും വിജയമാണ് ടീം ഇന്ത്യ നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 249 റൺസാണ് നേടിയത്. എന്നാൽ ഈ ലക്ഷ്യം മറികടക്കാൻ ന്യൂസിലൻഡ്സിന് കഴിഞ്ഞില്ല. മത്സരശേഷം കിവീസ് താരം കെയ്ൻ വില്യംസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യമായി ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ. അവർ ഇന്ന് അസാധാരണമായ ഒരു മത്സരം കളിച്ചു. അവർ ഈ വിജയം അർഹിക്കുന്നു. ഇന്ത്യയെപ്പോലുള്ള ഒരു ടീമിനെതിരെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് എല്ലാ മേഖലകളിലും അവർ ഞങ്ങളെ മറികടന്നു. അവരുടെ ബാറ്റിംഗ് മികച്ചതായിരുന്നു, അവരുടെ ബൌളിംഗ് അച്ചടക്കമുള്ളതായിരുന്നു, അതുപോലെ തന്നെ ഫീൽഡിംഗും. പ്രത്യേകിച്ചും വരുൺ ചക്രവർത്തി, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവർ സമ്മർദ്ദം കൈകാര്യം ചെയ്ത രീതിയും മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത രീതിയും മികച്ചതായിരുന്നു. ഇന്ത്യയ്ക്ക് മാച്ച് വിന്നർമാർ നിറഞ്ഞ ഒരു ടീമുണ്ട്. അവർ ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണെന്ന് അവർ കാണിച്ചത്. ഞങ്ങൾക്ക് ഇത് ഒരു കഠിനമായ ഫലമായിരുന്നു, പക്ഷേ ഇത്തരം മത്സരങ്ങളിൽ നിന്ന് എപ്പോഴും പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. ഞങ്ങൾ തിരിച്ചുവരും, ഞങ്ങളുടെ തെറ്റുകൾ പരിഹരിക്കുകയും അടുത്ത മത്സരത്തിൽ കൂടുതൽ ശക്തമായി തിരിച്ചുവരികയും ചെയ്യും. മുൻനിര ടീമുകൾ അതാണ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഞങ്ങൾ മെച്ചപ്പെടാൻ നോക്കും. ഈ ടൂർണമെന്റിൽ ഇന്ത്യ എങ്ങനെ കളിക്കുന്നുവെന്ന് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഉയർത്താൻ അവർ ഫേവറിറ്റുകളാണെന്നതിൽ എനിക്ക് സംശയമില്ല. അവർക്ക് സന്തുലിതമായ ഒരു ടീമും മികച്ച നേതൃത്വവും മികച്ച കളിക്കാരുമുണ്ട്. അവർ ഇതുപോലെ കളിക്കുന്നത് തുടർന്നാൽ അവസാനം വരെ പോയി ട്രോഫി ഉയർത്തും എന്നതിൽ സംശയമില്ല എന്നും വില്യംസൺ വ്യക്തമാക്കി. ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഇത് അവർക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ഒരു ആത്മവിശ്വാസം നൽകും. ടീമിലെ എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതുപോലെ തന്നെ മുന്നോട്ടു പോയാൽ എന്തായാലും ഇന്ത്യയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.